പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങുന്നു. സോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ബേപ്പൂരിൽ മുഹമ്മദ് മുഹമ്മദ് റിയാസ് 12 വോട്ടിന് പോസ്റ്റൽ ബാലറ്റ് ലീഡ് ചെയ്യുന്നു. കോട്ടയത്ത് യുഡിഎഫിന് ലീഡ് 21 വോട്ടിന്റേത്. കടുത്തുരുത്തി യുഡിഎഫിന് 72, വടക്കാഞ്ചേരിയിൽ 9 വോട്ടുകൾക്ക് LDF മുന്നിലാണ്. നോക്കൂ, ഈ വരുന്ന ലീഡുകൾ കടുത്തുരുത്തി, കോട്ടയം, വൈക്കം LDF. ആദ്യ ലീഡ് ശോഭയ്ക്ക്. പാലക്കാട് ആദ്യ ലീഡ് മാനന്തവാടി കഴക്കൂട്ടത്ത് 13 കടകംപള്ളി സുരേന്ദ്രൻ മുന്നിൽ. ഒല്ലൂരിൽ 13 വോട്ടുകൾക്ക് LDF മുന്നിൽ. കരുനാഗപ്പള്ളിയിൽ UDF 30 ഇതുവരെ വരുന്നതനുസരിച്ച് കഴിഞ്ഞ തവണത്തെ ഒരു ട്രെൻഡിന് സമാനമായ രീതിയിൽ UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ UDF പോസ്റ്റൽ ബാലറ്റിൽ മുന്നിൽ. അതിൽ തൃത്താലയിൽ മാത്രം വ്യത്യാസം. തൃത്താലയിൽ VT ബൽറാം 12 വോട്ടുകൾക്ക് പോസ്റ്റൽ ബാലറ്റ് ലീഡ് ചെയ്യുന്നു. മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ ലീഡ് ചെയ്യുന്നു. സിദ്ദിഖ് 12 വോട്ടിന് മുന്നിൽ. പുതുപ്പള്ളിയിൽ 30 വോട്ടിന് UDF മുന്നിൽ. സ്വാഭാവികമായ കണക്കുകളാണ് വരുന്നത് അല്ലെ. അതിൽ തൃത്താല മാത്രമാണ് കണക്കുകൾ കോഴിക്കോട് നോർത്ത് കെ ജയന്ത് 32 വോട്ട് ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് നോർത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മുന്നേറ്റം. കെ ജയന്ത് 32 വോട്ടിന് ലീഡ് ചെയ്യുന്നു. പത്തനാപുരത്ത് നിലവിൽ ഗണേഷ് കുമാറാണ് ലീഡ് ചെയ്യുന്നത്. പത്തനാപുരത്ത് ആദ്യ ലീഡ് ഗണേഷ് കുമാറിന് സ്വാഭാവികം. നാട്ടികയിൽ 12 വോട്ടുകൾക്ക് LDF സ്വാഭാവികം. മഞ്ചേരിയിൽ റഹ്മത്തുള്ള മുന്നിൽ സ്വാഭാവികം. പത്തനാപുരത്ത് 17 വോട്ടിനാണ് ഗണേഷ്. ദേവികുളത്ത് എ രാജ 11 വോട്ടിന് ലീഡ്. നോക്കൂ, പോസ്റ്റൽ ബാലറ്റിൽ 2 മണ്ഡലങ്ങളിൽ മാത്രം പോസ്റ്റൽ ബാലറ്റിൽ ആദ്യഘട്ടത്തിൽ ഞെട്ടിക്കുന്ന വോട്ടിന് മുന്നിൽ. തൊടുപുഴയിൽ അബു ജോർജ് 25 വോട്ടിന് മുന്നിൽ. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ ലീഡ് ചെയ്യുന്നു 26 വോട്ടിന്. ഇരിങ്ങാലക്കുടയിൽ LDF 16 ലീഡ് ചെയ്യുന്നു. 3 മണ്ഡലങ്ങളിൽ LDFന്റെ 3 മണ്ഡലങ്ങളിൽ ഇപ്പോൾ UDF പോസ്റ്റൽ ബാലറ്റ് ലീഡ് ചെയ്യുന്നു. കായംകുളത്ത് മലമ്പുഴയിൽ പ്രഭാകരൻ 15 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കുട്ടനാട്ടിൽ തോമസ് പുതുക്കാട് 10 വോട്ടിന് LDF മുന്നിൽ. മലമ്പുഴ വീണ്ടും എത്ര പെട്ടെന്നാണ് കളങ്ങൾ മാറുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 18 LDF, 13 UDF. പാല 41 UDF. പാലയിൽ 41 UDF. കയ്പമംഗലം 14 വോട്ട് LDF. എലത്തൂരിൽ AK ശശീന്ദ്രൻ 56 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. തരൂരിൽ LDF ലീഡ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആദ്യത്തെ സൂചനകൾ വരുമ്പോൾ പോസ്റ്റൽ ബാലറ്റിൽ 3 LDF മണ്ഡലങ്ങളിൽ തിരുവമ്പാടി ലിൻഡോ ജോസഫ് മുന്നിൽ. അതായത് 3 ഇടങ്ങളിലാണ് LDFന്റെ 3 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നുണ്ട്. അതൊരു സൂചനയാണ്. കായംകുളത്ത് MLG ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് ഫൈസൽ ബാബു. 4 ഇടങ്ങളിൽ കോഴിക്കോട് നോർത്തിലും കോഴിക്കോട് സൗത്തിലും UDF ലീഡ് ചെയ്യുന്നു. ഉമ്മ തോമസ് 12 വോട്ട് ലീഡ് ചെയ്യുന്നു. സ്വാഭാവികം. ഇടുക്കിയിൽ UDF റോയ് കെ പൗലോസ് 8 വോട്ടിന് മുന്നിൽ. സൂചനകൾ കണ്ടു തുടങ്ങും. വയനാട്ടിലെ പറയാ TCTക്ക് 86 വോട്ട് ലീഡ് ചെയ്യുന്നു. ഓവർകേളു 49 വോട്ട് ലീഡ് ചെയ്യുന്നു. IC ബാലകൃഷ്ണൻ 29 വോട്ട് ലീഡ് ചെയ്യുന്നു. അതായത് വയനാട്ടിലെ 2 UDFും ഒരിടത്ത് LDFും ലീഡ് ചെയ്യുന്നു. UDFന്റെ ലീഡ് 80 വോട്ടിന്. ഹരിപ്പാട് രമേശ് 15 വോട്ട്. അപ്പോൾ നോക്കൂ സ്മൃതി, ഒരു നിമിഷം നോക്കൂ. പതിവ് വിട്ടു തുടങ്ങുന്നു. 6 ഇടങ്ങളിൽ LDFന്റെ 6 കേന്ദ്രങ്ങളിൽ പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങുമ്പോൾ UDF ലീഡ് ചെയ്യുന്നു. തൃത്താല, കൊല്ലം, പാല UDF തന്നെ ആയിരുന്നല്ലോ. LDFന്റെ സിറ്റിംഗ് കേന്ദ്രങ്ങളിൽ 6 ഇടങ്ങളിൽ UDF പോസ്റ്റൽ ബാലറ്റിൽ മുന്നിലാണ്. കൊട്ടാരക്കര 85 വോട്ടിന് ലീഡ് ചെയ്യുന്നു LDF. കൊട്ടാരക്കര 85 വോട്ടിന് KN ബാലഗോപാൽ. തിരിച്ചു വന്നിരിക്കുന്നു സുധാകരൻ. പോസ്റ്റൽ വോട്ടിൽ സുധാകരൻ ലീഡ് തിരികെ പിടിച്ചിരിക്കുന്നു. G സുധാകരൻ 17 വോട്ടുകൾക്ക് നേടി 17 വോട്ടിന്റെ ലീഡ്. 17 വോട്ടിന്റെ വൈപ്പിൻ 18 വോട്ടിന് LDF.